പരാജയത്തിന്റെ അടയാളങ്ങൾ 4 നിസ്യാനുദ്ദുനൂബിൽ മാളിയാ വഹിയ ഇൻദല്ലാഹി മഹ്ഫൂളാ. കഴിഞ്ഞ കാലത്ത് നീ ചെയ്ത പാപങ്ങളൊക്കെ മറക്കരുത്. ആ പാപങ്ങൾ മറക്കുന്നത് പരാജയമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ അത് രേഖപ്പെടുത്തപ്പെട്ടു പോയി, മലക്കുകളത് രേഖപ്പെടുത്തപ്പെട്ടു പോയി, കൃത്യമായും അവർ എഴുതി വെച്ചുപോയി. കഴിഞ്ഞ കാലത്തെ പാപങ്ങൾ ആലോചിക്കണം. ആലോചിച്ചെടുത്ത് വിതുമ്പിക്കരയണം. എപ്പോഴും തൗബയെ പറ്റി ചിന്തിക്കുമ്പോ കരഞ്ഞിരുന്ന മഹാന്മാരില്ലേ പലരും, അവരെ തൗബ സ്വീകരിച്ചതിന് മുമ്പുള്ള സംഗതി ആലോചിച്ചാണ് കരയുന്നത്. തൗബ അള്ളാഹു സ്വീകരിച്ചു എന്ന് ഖുർആനിലൂടെ ആയത്തിറക്കിയിട്ടും അതിനു മുമ്പുണ്ടായ സംഭവം ആലോചിച്ച് പിന്നെയും വിതുമ്പിക്കരയുകയാണ്. ഒരൊറ്റ വിഷയത്തിന് 40 അടിമകളെ മോചിപ്പിച്ച് കഫാറത്ത് നൽകിയ ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മനസ്സും അങ്ങനെയല്ലേ. ഒരു ചെറിയ പിണക്കം സംഭവിച്ചു പോയി അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനോട്. അതിന് കഫാറത്തും കൊടുത്തു. കഫാറത്തന്നെ ഒരടിമയെ മോചിപ്പിച്ചാൽ മതി, പക്ഷെ 40 മോചിപ്പിച്ചത്. വലിയ കഫാറത്താ കൊടുത്തത്. പിന്നീട് ഹദീസിൽ കാണാം, ഈ സംഭവം എപ്പ പറഞ്ഞാലും മഹദി കരയും. കരഞ്ഞ് മക്കനെ നരയും പോലെ. അതവരൊരു ഖൗഫാണ്. കഴിഞ്ഞതൊന്നും അവർ മറക്കാത്തൊരവസ്ഥ. നമ്മളെ പാപങ്ങളൊക്കെ കഴിഞ്ഞതൊക്കെ ഓർക്കണം. എത്ര ഇസ്തിഗ്ഫാർ ചൊല്ലിയാലും ഓർത്തെടുക്കണം. അള്ളാഹു പാപങ്ങളൊക്കെ പുറത്തു തരുമാറാകട്ടെ. പാപങ്ങൾ മറക്കരുത്. അള്ളാഹ് പുറത്തെന്നു എന്നുള്ളത് ഇപ്പൊ നമ്മളോട് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഒരു റസൂലും പറഞ്ഞിട്ടില്ല, ഒരു മലക്കും വന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയും ദ്വാരക്ക. കഴിഞ്ഞതൊക്കെ ഓർത്തെടുത്തുകൊണ്ട് ദ്വാരക്ക. ഏതാണ് അല്ലാഹു തആല, എപ്പോഴാണ് പൂർണ്ണമായും അല്ലാഹു തആല അങ്ങ് സത്ർ ചെയ്തു തരുന്നത് എന്ന് നമുക്കറിയില്ല. കഴിഞ്ഞല്ല ഞാൻ കുറെ ഇസ്തിഗ്ഫാർ ചൊല്ലിയതാണ്, അതുകൊണ്ട് ഇനി ബാക്കിയുള്ള പിന്നെ നോക്കിയാൽ മതി. അല്ലല്ലല്ല, ബുലൂഗ് ആയത് മുതൽക്ക് എന്തെല്ലാം സംഭവിച്ചോ വൈകല്യങ്ങൾ ഒക്കെ മനസ്സിൽ ഓർമ്മ വേണം. ഓർമ്മിച്ചുകൊണ്ട് വിതുമ്പിക്കരയണം, പ്രാർത്ഥിക്കണം, ഇസ്തിഗ്ഫാർ ചൊല്ലണം. പാപങ്ങൾ മറക്കുന്നത് പരാജയമാണ്. നിസ്യാനുദ്ദുനൂബിൽ മാളിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 എണ്ണി പറഞ്ഞതിൽ ഒന്നതാണ് അള്ളാഹു രേഖപ്പെടുത്തിയ ദോഷങ്ങളൊക്കെ നീ മറന്നുപോയി. രണ്ടാമത്തത് ദിക്റുൽ ഹസനാത്തിൽ മാളിയാ. കഴിഞ്ഞകാല നന്മകൾ നീ ഓർത്തെടുക്കുകയാണ്. വലായദിരി അഖുബിലത്ത് അംറുദ്ദത്ത്, അത് സ്വീകരിക്കപ്പെട്ടോ അല്ല നിന്നിലേക്ക് മടക്കപ്പെട്ടോ എന്ന് നിനക്കറിയില്ല. നന്മകൾ പലതും നീ ഓർത്തെടുക്കുകയാണ്. സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹിനോട് ദ്വാരക്കണം. കഴിഞ്ഞകാല നന്മകളൊക്കെ ലാക്കാക്കിക്കൊണ്ട് ജീവിക്കരുത്. ഒന്നും സ്വീകരിച്ചില്ലെങ്കിലോ നന്മകളൊക്കെ വെറുതെ ആയി പോയില്ലേ. നന്മകൾ സ്വീകരിച്ച് കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. മൂന്നാമത്തെ കാര്യം പറഞ്ഞു, വന്നളുറു ഇലാ മൻ ഫൗഖഹു ഫിദ്ദുനിയാ വന്നളുറു ഇലാ മൻ ഫൗഖഹു ഫിദ്ദുനിയാ. ദുനിയാവിൽ തന്റെ മുകളിലുള്ളവരിലേക്കാണ് എപ്പോഴും നോട്ടം. അയാൾക്ക് അങ്ങനെ, ഇയാൾക്ക് ഇങ്ങനെ, മറ്റാൾക്ക് അത്ര സ്വത്ത്, ഇയാൾക്ക് ഇത്ര സ്വത്ത്, ഞാനിപ്പോഴും ഇവിടെ എത്തിയിട്ടുള്ളൂ. നീ താഴോട്ടാണ് നോക്കേണ്ടത്, മേലോട്ട് നോക്കരുത്. ദുനിയാവിൽ നീ മേലോട്ടല്ല നോക്കേണ്ടത്, താഴോട്ട്. നിന്റെ താഴ്ഭാഗത്തേക്ക് കടപ്പാടമില്ലാതെ ജീവിക്കുന്ന ആളുകൾ, ഷെഡ് കെട്ട് താമസിക്കുന്ന ആളുകൾ, ഭക്ഷണത്തിന് വകുപ്പില്ലാതെ പാത്രവുമായിട്ട് ഇങ്ങനെ എഞ്ഞു നീങ്ങി ഓരോരുത്തരുടെ മുന്നിലേക്കും കൈ കാണിച്ചുകൊണ്ട് ഓരോ നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്നവർ, ഇതൊക്കെ ഉണ്ടാകുമ്പോ അല്ലാഹു തആല നിന്നെയും എന്നെയും പാർപ്പിച്ചിരിക്കുന്നത് സ്വർഗത്തിലാണ്. താഴോട്ട് നോക്കും, മേലോട്ടല്ല. മേലോട്ട് നോക്കിയാൽ എത്രയാലും പൂതി മാറൂല, എത്ര കണ്ടാലും. അതുകൊണ്ടാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വലിയ വീട്ടിൽ പോയാലും, അൻസാറുകളൊക്കെ വലിയ വലിയ വീടുണ്ടാകും, വലിയ വലിയ തോട്ടമുണ്ടാകും. വലിയ വലിയ തോട്ടത്തിലേക്കും വലിയ വലിയ വീട്ടിലേക്കൊക്കെ പോയാൽ എന്താ അള്ളാഹുവിന്റെ റസൂല് പറയാ? അല്ലാഹുമ്മ ഇന്നൽ ഐശ ഐശുൽ ആഖിറ ഫർഹമിൽ അൻസാറ വൽ മുഹാജിറ. പടച്ചോനെ, ഇതൊന്നും അല്ല യഥാർത്ഥ ജീവിതം. ഈ കൊട്ടാരത്തിന്റെ ജീവിതമൊന്നുമല്ല യഥാർത്ഥ ജീവിതം, പരലോക ജീവിതമാണ്. ഒരു കൊട്ടാരത്തിൽ നമ്മൾ കയറിയാൽ ഒരു സൗകര്യമല്ലേ. ഓരോ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം, ഹലായിൽ വരെ AC. എന്തൊരു സൗകര്യമാണ്! അല്ലാഹ്, വല്ലാത്ത സൗകര്യം തന്നെ.
നമ്മളൊരു പുര ഉണ്ടാക്കുമ്പോ ഹലാലിഞ്ഞ് 2 AC വെക്കണം, ഒന്ന് പോരാ. നമ്മളെ മനസ്സ് അങ്ങോട്ടാ പോകുന്നത്. അയാളെ പുരയിൽ എത്ര പത്തായുള്ളത്? 4 പത്തായം. പത്തായെന്ന് പറഞ്ഞാൽ അവിടെ അറിയോ? ഇല്ല, ഒക്കെ മേപ്പോട്ട് നോക്കണ്ട്. പത്തായെന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ? കുറച്ച് അങ്ങോട്ട് അറിയുള്ളൂ. അല്ലാ, നഞ്ഞ് ബാക്കിയുള്ളവരോട് അറിയാത്തവർ അറിയുന്നവരോട് ചോദിച്ചു പഠിക്കുക. അപ്പളിമാളെ പഠിക്കുക. ഓരോരുത്തരുടെ വീട്ടിലും നിധിശേഖരങ്ങൾ എത്രയാ നോക്കിയിട്ട് എത്ര 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 ഷെൽഫുകളാണുള്ളത് ആ റൂമിൽ. ആ റൂമിൽ 5 ഷെൽഫുണ്ട്. ഓ, ഇനി നമ്മളൊരു വീടുണ്ടാക്കുമ്പോ 10 ഉണ്ടാക്കണം. മത്സരം അപ്പൊ അതില്. നിങ്ങളെന്താ എത്ര കുറച്ച് വലിയ വീടെടുത്ത്? അതെ, എന്റെ അപ്പുറത്തുള്ള ആൾ ഒരു പക്ഷെ വീട് പൊളിച്ചാലേ ഇനി വലിയ വീടാക്കാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഞാൻ താഴെ പോകരുതുകൊണ്ട് ഞാൻ ഉയർത്തിയതാണ്. അപ്പൊ അതാ മറുപടി. ഇത്രയൊന്നുമില്ല. ആകെ 3 ഉള്ളൂ. 3 ആളേ ഉള്ളൂ. 3 കുട്ടികളും 2 5 ഉള്ളൂ. കുടുംബാംഗങ്ങൾ വന്നാലും ഒരു റൂം ബാക്കിയാണ്. പിന്നെന്തിനാ? അപ്പൊ മൂപ്പര് കാരണം പറയണം, ആ വീട് ഒരു പക്ഷെ കുറച്ച് ഞാൻ പൊളിക്കും. തീരുമാനമൊന്നും ഇല്ലട്ടോ, അതിൻ്റെ അടുക്ക ആൾക്കാർ മരിക്കുമെന്നും അറിയില്ല. പൊളിച്ചിട്ട് അവര് വലിയ വീടുണ്ടാക്കും. പിന്നെ ഞാൻ ചെറുതായി പോകൂലേ? ചെറുതായി പോകുമ്പോഴല്ല, ദുന്യാവില് മേലോട്ടല്ല നോക്കണ്ടേ, താഴോട്ട് നോക്കാം. അള്ളാഹു അങ്ങനത്തെ ഒരു കണ്ണു തരട്ടെ. മറ്റേത് അലച്ച തീരൂല, ഏത് വിട്ടുപോയാൽ ചൊല്ലിയേക്കണം. അല്ലാഹുമ്മ ഇന്നൽ ഐശ ഐശുൽ ആഖിറ. വലിയ തോട്ടത്തിൽ, അൻസാരികളെ തോട്ടം എന്നൊക്കെ പറഞ്ഞ ആ തോട്ടത്തിലേക്ക് അങ്ങോട്ട് കയറിയാൽ ഇപ്പോഴുള്ള മക്കത്തെ തോട്ടമൊന്നുമല്ല, പഴയ കാലത്തെ തോട്ടം, മദീനത്തെ തോട്ടം നിറഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങളല്ലേ. തോട്ടം കാണുമ്പോഴേക്ക് തന്നെ തങ്ങൾ പറയും, പടച്ചോനെ ഇതൊന്നുമല്ല യഥാർത്ഥ ജീവിതം. കായ്ക്കനികളൊന്നും തീരാത്ത ഒരു സുഖമുണ്ട്, കായ്ക്കനികളൊന്നും അറ്റുപോകാത്ത ഒരു ലോകമുണ്ട്. ഒരു കായ്ക്കനികളും കിട്ടാക്കനിയാകാത്ത, എപ്പോഴും സദാസമയത്തും സുലഭമായി കിട്ടുന്ന, ഒന്നും കുറഞ്ഞു പോകാത്ത ഒരു സ്വർഗലോകമുണ്ട്, സുഖലോകമുണ്ട്. അതാണ് യഥാർത്ഥ ജീവിതം. അതുകൊണ്ട് നീ അത് തകർക്കല്ലേ എന്നാ ദ്വാരിക്കുന്നത്. വലിയ വലിയ അഭിവൃദ്ധി കിട്ടുമ്പോ പടച്ചോനെ ഈ സുഖം പരലോകത്ത് സുഖത്തിന് തടസ്സമാകല്ലേ എന്നാ അവർ ദ്വാരിക്കുന്നത്. ഇപ്പൊ നീ തരുന്ന ഈ സുഖം, ഇതുകൊണ്ട് പരലോകത്തെ സുഖം ഞങ്ങൾക്ക് കുറക്കരുത്, ഞങ്ങൾക്ക് തടസ്സമാകരുത്. നമ്മളാൾക്കാരെ നേരെ തിരിച്ചാ ചിന്തിക്കുന്നത്. ദുന്യാവണ് കഴിഞ്ഞിട്ടല്ലേ പരലോകം ചിന്തിക്കുന്നത്. ആദ്യം ഇവിടുത്തെ കിട്ടട്ടെ, അവിടുത്തെ പിന്നെ അടുത്തും ആലോചിക്കാന്നാ പറയുന്നത്. 4ാമത്തെ പരാജയത്തിന്റെ കാരണം ദീനിൽ അവൻ നോക്കുന്നത് താഴേക്കിടയിലുള്ളവരിലേക്കാണ്. ദീനിൽ നോക്കേണ്ടത് മേലേക്കിടയിലുള്ളവരിലേക്കാണ്. നിന്റെ മേലെ എത്ര ആളുകൾ അമല് ചെയ്ത് മുന്നോട്ടെത്തി? ഒരുപാട് മഹാന്മാരെ കാണുന്നില്ലേ? അവരെന്തെല്ലാം വലിയ അമല് ചെയ്തു. നിങ്ങൾ നോക്ക്, നമുക്കിടയിൽ ജീവിച്ച ബഹുമാനപ്പെട്ട താജുശ്ശേരിയ, അല്ലാഹു കൊടുത്ത ദറജേറ്റി കൊടുക്കട്ടെ. അവരെത്രയാ സ്വലാത്ത് ചൊല്ലിയത്, എത്രയാ ദിക്ർ ചൊല്ലിയത്. യാത്രക്കിടയിൽ പോലും ഞങ്ങൾ അവരോട് ഒരുമിച്ച് യാത്ര പോയി. ബഹുമാനപ്പെട്ട അൻവർ സഖാഫി ഉണ്ടായിരുന്നു ഞങ്ങളെ കൂടെ. മിസ്റിലേക്ക് പോയപ്പോ വല്ലാത്തൊരു യാത്രയാണ്. എപ്പോഴും ഞാനത് ആലോചിക്കും. ആ യാത്രയിൽ അന്ന് നേതൃത്വം നൽകിയ 2 ഉസ്താദ്മാരും ഇന്ന് ഹയാത്തിലില്ല. താജുശ്ശേരിയെയും ചെറിയ പി ഉസ്താദ് 2 ആളുണ്ടായിരുന്നു യാത്രയിൽ. 2 പേരും വഫാത്തായി പോയി. അള്ളാഹു ദറജേറ്റി കൊടുക്കട്ടെ. എന്താണ് അവരൊക്കെ ബഹുമാനം? ഔലിയാക്കളുടെ സാന്നിധ്യത്തിൽ നമ്മളത് കണ്ടു പഠിക്കേണ്ടവരാണ്. എപ്പോ മൂത്രമൊഴിച്ചാലും ഒന്ന് ഉളു കൊടുക്കണം. അപ്പൊ ഉളു കൊടുക്കാൻ കുറച്ചു നേരം താമസിച്ച അപ്പ ചോദിക്കും, താജുശ്ശേരിയ ചോദിക്കും, എന്നെ കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി അല്ലേ എന്ന് ചോദിക്കും. നമുക്ക് എന്ത് ബുദ്ധിമുട്ട്, യാത്രക്കാർക്ക് എന്ത് ബുദ്ധിമുട്ട്? അവര് സന്തോഷത്തോടെ കാത്തിരിക്കല്ലേ. പക്ഷെ എപ്പോഴും ആ സുന്നത്ത് പാലിച്ച്, എപ്പോഴും മൂത്രമൊഴിച്ചാലും ഉളു എടുത്ത് ദായിമുൽ ഉളു ആയിട്ടുള്ള ജീവിതം, അതൊക്കെ അനുഭവിക്കുമ്പോൾ തന്നെ ഒരു സുഗന്ധമാണ് സഹോദരങ്ങളെ. അവരെ അമല നമ്മളൊക്കെ നോക്കേണ്ടത്, അവരെ സൂക്ഷ്മത, അവര് സ്വലാത്തും ദിക്റും ഖുർആനോത്തും ദായിമാക്കിയത്, ആദർശരംഗത്ത് അടിയുറച്ചു നിന്നത്, നമുക്കത് മാതൃകയാണ്. എപ്പോഴും നമ്മളത് പകർത്തേണ്ടവരാണ്. വളരെ വിനയത്തോടെയുള്ളവരുടെ ജീവിതം നമ്മൾ പകർത്തേണ്ടതാണ്. ദീനിൽ വലിയ വലിയ മഹാന്മാരിലേക്ക് നോക്കൂ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ, അല്ലാഹു ദറജേറ്റി കൊടുക്കട്ടെ. എത്രയാണ് അവർ ഖത്മു തീർത്തത്? കയ്യും കണക്കുണ്ടാകില്ല അതിനും. ഖുർആൻ ഓതി തീർത്തുന്നതിന്, ദിക്ർ ചൊല്ലി തീർക്കുന്നതിന്. വാഹനത്തിൽ കയറിയിട്ട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനോ സമയം കിട്ടട്ടെ എന്ന് കരുതിയാൽ സമയം കിട്ടൂല. പിന്നെ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങലും വേറെ പരിപാടിക്ക് പോലെ ഉണ്ടാവും. കാരണം അത് ചൊല്ലി തീർന്നിട്ടല്ലേ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുള്ളൂ. ചൊല്ലി തീരണ്ടേ? ചൊല്ലി തീരാൻ നിർത്താൻ തോന്നണ്ടേ? അവരങ്ങനെ ചൊല്ലുകയാണ്, അങ്ങനെ ഓതുകയാണ്. ഔറാദ് തെറ്റാൻ പാടില്ല, തെറ്റാ പിന്നെ ചൂടാവും.
അതവരൊരു പതിവാണ്. ദിനേനുള്ള ഔറാദ് 1-2 മണിക്കൂറുള്ള ഔറാദ് ഒന്നും തെറ്റാൻ പാടില്ല. അതിന്റെ ഇടയിൽ ആരും കയറിക്കൂടി സംസാരത്തിന് വരാൻ പാടില്ല. ഒരു ചിട്ടയാണ് അതൊക്കെ. നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോഴേക്ക് ഔറാദ് തന്നെ അന്ന് മറന്നുപോയി. എന്തെങ്കിലും ഒരു ചെറിയ വിഷയം വരുമ്പോഴേക്ക് എന്നും പതിവായിക്കൊണ്ടിരുന്ന ഓത്തും ചെറിയ ഹദ്ദാദൊക്കെ വിട്ടുപോയി. അവർ കണിശമായതൊക്കെ പാലിച്ചുകൊണ്ട് കിടന്നു. ദീൻ അവർ നോക്കി പഠിക്കണം, മുൻഗാമികളെ നോക്കിയിട്ട് ദീനിലേക്ക് പോകണം. അവരൊക്കെ സന്തോഷത്തോടെ പോയത് അങ്ങനെയാണ്. അമലാണ് അവരുടെ ഏറ്റവും വലിയ സൗന്ദര്യം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.